കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചി? വാവ്, അടിപൊളിയായിട്ടുണ്ട് മാളവിക. മാളവിക ദേവൻ. അമ്മായി, ദേവേട്ടന്റെ കയ്യിലും ഇങ്ങനെ തന്നെ എഴുതണം. എനിക്ക് മെഹന്തി കുന്തോന്നും വേണം. കല്യാണ ചെറുക്കനാവുമ്പോ കയ്യില് മൈലാഞ്ചിയും കവളത്തൊരു കറുത്ത പൊട്ടുമൊക്കെ വേണ്ടേ? എനിക്കതൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയല്ല ദേവേട്ടാ. ദേവേട്ടാ പ്ലീസ് ദേവേട്ടാ. വേണ്ട മാളവിക. നിന്റെ ഭ്രാന്ത് നീ നിന്റെ കയ്യിൽ എഴുതിയതോടെ നിർത്തിക്കൂടെ? എന്റെ ഭർത്താവിന്റെ പേരിനൊപ്പം നിന്റെ പേര് കാണിച്ചു തരാം. വരുന്നുണ്ടടി. എന്റെ ഭർത്താവിന്റെ പേര് വേണോ അല്ലേ? വേറൊന്നും നിനക്ക് എഴുതാൻ തോന്നിയില്ലേ? തേച്ചോ, മുഖം മുഴുവനും തേച്ചോ. തേക്ക്. അങ്ങനെയല്ല മോനെ ദേവ. കല്യാണാവുമ്പോ ഈ ചടങ്ങുകളൊന്നും മുടക്കാൻ പാടില്ല. ഇരുന്നെവിടെ നീ? അമ്മിങ്ങോട്ട് വന്നേ. അതവിടെ വെച്ചേക്ക്. എവിടെ നോക്കട്ടെ നിന്റെ മെഹന്തി. ഓ മാളവികെ, നല്ല ഭംഗിയുണ്ട്. ജാനകി, എന്താ എന്തുമേ? എനിക്കിതൊന്നും കാണാനുള്ള ശക്തിയില്ല. എന്റെ മോന്റെ ജീവിതത്തിൽ മാത്രമല്ല, കയ്യിലാണെങ്കിൽ പോലും വൈദേഹിന്ന് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇങ്ങനൊരു പ്രോത്സാഹനം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് വേണം? ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ വരാട്ടോ. ഹായ്, എന്ത് ഭംഗിയിലായിരുന്നേ. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടുണ്ട്. അയ്യോ, സോറി, ഞാൻ കണ്ടില്ല. ദേഹം മുഴുവൻ നനഞ്ഞല്ലോ, ആകെ നാശായി. വേഗം ചെല്ലേ, പോയി ഡ്രസ്സ് മാറിക്കൊണ്ടു. പോ. അവൾ ഇട്ട് കൊടുത്തോളൂ. ചെല്ലേ, പോയി ഡ്രസ്സ് മാറ്റി. നീ ഇട്ട് കൊടുമോളെ. ഏയ്, നിനക്ക് മെഹന്തി ഇടാൻ അറിയോ? അയ്യോ, അതെന്നെ അറിയോന്ന് ചോദിച്ചളഞ്ഞേ. ഇങ്ങനൊരു മൈലാഞ്ചി ഫംഗ്ഷൻ ഉണ്ടെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇവരൊന്നും വിളിക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. ഞാൻ തന്നെ നോക്കിക്കൊള്ളാന്ന് അപ്പോഴേ പറയില്ലായിരുന്നോ? ആ വന്ന പെണ്ണിനേക്കാളും അടിപൊളിയായിട്ട് ഞാൻ മൈലാഞ്ചി ഇടും. കണ്ടിട്ട് അത്ഭുതപ്പെടരുതേ. ഇത്രയ്ക്ക് ഇഷ്ടക്കേടുണ്ടായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടി കല്യാണത്തിന് ഇരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇഷ്ടമല്ലെന്ന് നേരെ നോക്കി പറയണായിരുന്നു. ആരൊക്കെ എങ്ങനെയൊക്കെ നിർബന്ധിച്ചാലും താലി കെട്ടേണ്ടത് ദേവേട്ടനല്ലേ. വീണ്ടും ആ പഴങ്കഥ തുടങ്ങിയല്ലേ? വൈദേഹി ഉറപ്പായിട്ട് വരുമെന്നും ഈ കല്യാണം ഇവിടെ മുടങ്ങുന്നുള്ള കാര്യവും ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ? വൈദേഹി വന്നില്ലെങ്കിൽ അങ്ങനെ പറയാതിരിക്കേ. അവള് വരുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ.
മാളവിക മുറപ്പെണ്ണാണെന്നുള്ള വിശ്വാസവും കല്യാണം വേണ്ടാന്ന് തറപ്പിച്ചും പറഞ്ഞ അമ്മ വല്ല കടുങ്കയും ചെയ്യുമെന്നുള്ള പേടി കൊണ്ടായിരിക്കും ദേവേട്ടനൊന്നും പറയാത്തെ. മാളവിക ദേവേട്ടന്റെ മുറപ്പെണ്ണയല്ല, കള്ളി അവള്. അത് വലുതും ദേവേട്ടനറിയൂ. ഈ മാളവിക ശാന്തിയമ്മയുടെ മോളല്ല. ഇനി അവള് ശരിക്കുള്ളതാണെങ്കിലും അല്ലെങ്കിലും എനിക്കെന്താ? ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. ഇത് ഞാൻ തന്നെ പറയുന്നത്. വൈദേഹി ഉറപ്പായും വന്നിരിക്കും. ചേച്ചി, അജയേട്ടന്റെ മെഹന്തി ഇടണ്ടേ? അജയേട്ടന്റെ കൈ കാണിച്ചേ. എന്റെ പൊന്നു മാളവികെ, മൈലാഞ്ചി ഇട്ടിട്ട് എന്ത് കാര്യം? കല്യാണം കഴിക്കാൻ പോകുന്നത് ദേവനാ, അജയനല്ല. കെട്ടുപോയ വിളക്ക് ഊതി കത്തിച്ച് തെളിയിക്കാൻ പറ്റുമോ? ഇനിയിപ്പോ വീണ്ടും കത്തിച്ചാലും അത് കരിന്തിരി കത്തി വീണ്ടും അണഞ്ഞു പോവും. എനിക്കിതൊന്നും വേണ്ട. എന്റെ അനിയൻ ദേവൻ അവൻ മൈലാജി ഇടുന്നുണ്ടല്ലോ, ആ സന്തോഷം തന്നെ ധാരാളം. അതിൽ കൂടുതലായിട്ട് ഒന്നും തന്നെ വേണ്ട. മെഹന്തി ഇട്ട് കഴിഞ്ഞോ? കഴിഞ്ഞു. ഏയ്, നിന്നോട് ഞാൻ എങ്ങനെ മെഹന്തി ഇടാൻ അടി പറഞ്ഞപ്പോ വൈദേഹിയുടെ പേര് എഴുതിയിരിക്കുന്നോ? അയ്യോ ഇല്ല, ഞാൻ എഴുതിയിട്ടൊന്നുമില്ല. ഞാൻ മാളവിക എന്ന് തന്നെ എഴുതിയത്. മാളവിക എന്ന് എഴുതിയെന്നോ? മാളവികയുടെയും വൈദേഹിയുടെയും വ്യത്യാസം അറിയില്ല? അതോ നിനക്ക് വായിക്കാൻ അറിയില്ലേ? ചേച്ചി നോക്ക് ചേച്ചി, ഇത് വൈദേഹിയാണോ മാളവികയാണോ? കല്യാണം കഴിക്കാൻ പോകുന്നത് മാളവികയല്ലേ, പിന്നെന്തിനു വൈദേഹിയുടെ പേരെഴുതിയത്? നിന്റെ തലയ്ക്ക് ഓളമാണോ ജാനകി? അയ്യോ, വൈദേഹിയോ? ദേവാ, നീ കൈ കഴുകിയിട്ട് വന്നേ, എന്നിട്ട് മാളവികയുടെ പേരെഴുതിക്കേ. അതിന്റെ ആവശ്യമൊന്നുമില്ല ഏട്ടത്തി.
ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് കണ്ടാൽ മതി, ഇതിലൊരു മാറ്റവും ഉണ്ടാവില്ല. വൈദേഹിയാണ് എനിക്ക് എഴുതപ്പെട്ടയാള്, അതങ്ങനെ ഉണ്ടാവും. ഇതിങ്ങനെ ഇരുന്നോട്ടെ. ദേവേട്ടാ, എന്തിനാ ഇങ്ങനെ ചെയ്തേ? ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? എന്തിനാ എന്റെ മെഹന്തി ഫംഗ്ഷൻ നശിപ്പിച്ചേ? ഈ കല്യാണം നടക്കുന്നത് നിനക്കും ഇഷ്ടമല്ലല്ലേ? എനിക്ക് ആദ്യം തൊട്ടേ നിന്റെ കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. എല്ലാരും കൂടെ എന്തിനാ ജാനകിയെ കുറ്റം പറയുന്നേ? ഇത്രയൊക്കെ ആയിട്ടും ഇന്ദുവമ്മ ഏതു വകുപ്പിലാ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നു? മാളവികയ്ക്ക് പകരം വൈദേഹിയുടെ പേരെഴുതിയത് ഈ കല്യാണം നടക്കരുതെന്നുള്ള ആഗ്രഹം കൊണ്ടാണെന്നല്ലാതെ എന്താ കരുതേണ്ടത്? സത്യമായിട്ടും മാളവികയുടെ പേരാ ഞാൻ എഴുതിയത്. അതെങ്ങനെ വൈദേഹിയുടെ പേരായി മാറിയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നീ അറിയാതെ വൈദേഹിയുടെ പേര് എഴുതിയെന്നാണോ? അതെന്തു മായാജാലമാണെന്ന് എന്നെയും കൂടെ ഒന്ന് പഠിപ്പിച്ചു തരുമോ? ഊർമിളേച്ചി, അത് മായാജാലം തന്നെ. നിനക്കെന്താ ഇവിടെ കാര്യം? എന്തു മായാജാലോ? വൈദേഹി ചേച്ചിയാ. അതെയോ? പിന്നെന്താ, വൈദേഹി ചേച്ചിയുടെ പേരെഴുതേണ്ട കാര്യം ജാനകിക്കില്ലല്ലോ ഊർമിളേച്ചി. ഇത് വൈദേഹി ചേച്ചിയുടെ പണി തന്നെയാ. ചേച്ചി വന്ന് പേരെഴുതിയിട്ട് പോയതായിരിക്കും. ഓ, ആ വാ ഇന്ദുമേ. ആ മോളെ ജാനകി, ഇതുപോലെ തൂത്തുവാരി എടുത്തിട്ടലക്കി ഈ കല്യാണം കൂടെ ഒന്ന് മുടക്കി താ മോളെ. കല്യാണത്തിന് ഞാൻ വൈദേഹിയുടെ പ്രേതത്തെ പോലെ അഭിനയിച്ച ദേവേട്ടൻ എന്നെ എടുത്തിട്ട് അലക്കും. എന്തായാലും കല്യാണം നടക്കില്ല. നമുക്ക് വേറെ എന്തേലും പണി ഒപ്പിക്കാം. എന്റെ പൊന്നു മോള് വാ. ചേച്ചി, ഈ വൈദേഹി ഇവിടുന്ന് പോവില്ലെന്ന് തോന്നുന്നേ. എന്ത് ഭംഗിയെ കാണാൻ. അങ്ങനെ ദാ എന്റെ സ്വപ്നം നിറവേറാൻ പോവാ. മുറപ്പെണ്ണ് തന്നെ മരുമോളാവല്ലേ. 9 മാസം കഴിയുമ്പോഴേക്കും ഒരു കുഞ്ഞിനെ എന്റെ കൈ വെച്ച് തന്നേക്കണം, കേട്ടല്ലോ? അതൊക്കെ അവള് തരുമേ. ഒരു മോനെയോ മോളെയോ പ്രസവിച്ച് തരുന്നതുവരെ അടുക്കളയിലോട്ട് പോലും മരുമോളെ കേറ്റണ്ട. അത് ഞാൻ നോക്കിക്കൊള്ളാം. അത് ശരി, കുട്ടികളുടെ കാര്യമൊക്കെ ഇപ്പോഴേ തീരുമാനിക്കല്ലേ? ദേവേട്ടനാണെങ്കി വൈദേഹി വരുമെന്നും കല്യാണം നടക്കില്ലെന്നും പറഞ്ഞ് അന്തും കുന്തും ഇല്ലാത്ത രീതിയിലാ ചിന്തിക്കുന്നത്. ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. എന്ത് ചെയ്യാനാ? ഞാൻ അന്നിങ്ങനെ തെളിയിക്കും ഞാനാണ് വൈദേഹി എന്ന് പറഞ്ഞ് ഈ കല്യാണം നിൽക്കുവോ? അത് ദേവേട്ടനോട് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? എന്ത് കാര്യത്തിനാ ദേവേട്ടൻ ഇക്കാര്യത്തില് ഇത്രയേറെ വാശി പിടിക്കുന്നതെന്ന് അറിയില്ലല്ലോ. നോക്കട്ടെ. പാറിപ്പറന്നു പോകാൻ
ഏയ് ജാനകി, എന്താ നീ അങ്ങനെ നോക്കുന്നേ? കല്യാണ ചെക്കനെ കാണാൻ എങ്ങനെയുണ്ട്? ഒരു കല്യാണക്കലയൊക്കെ തെളിഞ്ഞിട്ടില്ലേ? നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ? എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ? നൂലുകെട്ട് അതല്ലേ മിസ്സായത്? ഒരു മിനിറ്റ്. വേർ ഇസ് ഇറ്റ്? എന്തായത്? നീ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നേ? ഞാൻ എത്ര കഷ്ടപ്പെട്ട് റെഡി ആയതാണെന്നറിയോ? എല്ലാം നശിപ്പിച്ചില്ലേ? അല്ല, ഞാൻ ഒരുങ്ങുന്നതിന് നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ? സോറി, എന്നാലും എനിക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്നു. വൈദേഹിക്ക് അന്യായം നടക്കുന്നത് കാണുമ്പോ എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. കല്യാണത്തിന്റെ അന്ന് വൈദേഹി വരും, ഉറപ്പായിട്ട് കല്യാണം മുടക്കുന്നല്ലേ പറഞ്ഞേ. എന്നിട്ട് എവിടെ വൈദേഹി? എവിടെയെന്ന്? കല്യാണം മുടങ്ങുന്നില്ലല്ലോ. എവിടെയും കല്യാണം കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കാന്ന് എനിക്കറിയാം. കല്യാണത്തിന് വേണ്ടി റെഡിയാവുന്നല്ലേ ഉള്ളൂ, അല്ലാതെ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. മുഹൂർത്തത്തിന് ഒരു ക്ഷണം മുമ്പെങ്കിലും വൈദേഹി എത്തിയിരിക്കും. വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? വരുന്നല്ലേ ഞാൻ പറയുന്നേ. ഒരു പക്ഷെ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു മാത്രം പറ. അല്ല, ഇത് എന്തൊരു ശല്യം ഇത്? മനുഷ്യന്റെ മേത്തൊക്കെ അങ്ങ് വന്ന് കയറുക. അതിന് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. എല്ലാം നിന്നോട് പറയണമെന്നുണ്ടോ?